യൂസറായ തൊപ്പി എന്ന നിഹാദിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടി. അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവെച്ച യൂട്യൂബ് ചാനലാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വോയിസ് റെക്കോർഡ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇത് യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്ന ഒരു കാര്യം. ഇത് യോജിക്കുന്നുള്ളവരൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ പുറത്തിന് ഹൈപ്പും കൂടെ കൊടുത്തോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആണെന്നവരെല്ലാവരും സബും കൂടെ ചെയ്തോ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തൊപ്പിയുടെ ചാനൽ പോയെന്നുള്ള എന്താ പറയാ, തെറ്റുന്നല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ. യൂട്യൂബിൽ കൂടെ വന്നിട്ട് അനാൻ ഷാൻ്റെ ഫാമിലിയിലെ ഒരു പെൺകുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് കിട്ടും. ആര്? ഷമീർ. അവൻ്റെയും പോണം. ഇവൻ്റെ മാത്രമല്ല പോകേണ്ടത്, ഇവൻ കാണിച്ചത് തോന്നിയ ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ലൈവിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലൈവിൽ വരുന്നത്. ആ ലൈവിൽ വന്നിട്ടാണ് അവൻ അമ്മാതിരി തോന്നിയ ദിവസം അവിടെ കാട്ടിക്കൂട്ടിയത്. അത് കാട്ടിക്കണ്ടപ്പോൾ തൊപ്പി മാസാന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? മാസാണ്, തൊപ്പി വേറെ ലെവലാന്ന് പറയുകയും ചെയ്ത്. തൊപ്പി ഇപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു വിഷയത്തിൽ നമ്മളെ അന്വേഷിച്ച് തപ്പി പിടിച്ച് പോയപ്പോൾ തൊപ്പിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ നൈസായിട്ട് ഇത് എടുത്തിട്ട് ലവ്മാറ തല വെച്ചിട്ട് അവൻ നൈസായിട്ട് അങ്ങ് സ്കിപ്പായി. ഞാൻ കണ്ടതിൽ വെച്ച് ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു, ഇവനെ പോലെ ഒരു ഫ്രോഡ് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ ഇവൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിൻ്റെ അപ്പുറം സാധനങ്ങളൊക്കെയാണ്. വലിയ വലിയ ടീംസുമായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ രീതിയില്ല. ഇവൻ ഈ പറയുന്ന എല്ലാ തോന്നിവാസത്തിനും ഇവനുണ്ട്, എല്ലാ തോന്നിവാസത്തിനും. പക്ഷേ ഇവനൊന്നിനും എന്താ പറയണ്ടേ, പ്രത്യക്ഷത്തിൽ വരത്തില്ല. അങ്ങനെ എന്തായാലും നമുക്ക് എന്തായാലും ന്യൂസ് ഒന്ന് കാണാം. പിന്നെ ഫസ്മിന പറയുന്നുണ്ട്, ഇന്നലെ ഒരു ഫസ്മിന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. തൊപ്പിയുടെ മുൻകൂർ ജാമ്യത്തെ എറണാകുളം റൂറൽ പോലീസ് സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി, എതിർത്തുകൊണ്ട് റിപ്പോർട്ട് നൽകി. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ജൂലിയറ്റ്, അങ്ങനെ തൊപ്പി തെറിച്ചു അല്ലേ? അങ്ങനെ തന്നെയാണ് പി ജി. ഒടുവിൽ തൊപ്പി എന്ന നിഹാദിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിയിരിക്കുകയാണ്. പോലീസ് മെറ്റയ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് തൊപ്പി സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. അത് മാത്രമല്ല, ഈ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ പോക്സോ വകുപ്പ് അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തൊപ്പി നടത്തിയതെന്നും സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശങ്ങളും അസഭ്യവർഷങ്ങളും നടത്തിയിട്ടുള്ളതെന്നും ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ്. ഇത്തരം പരാതികളാണ് നിലനിൽക്കുന്നത്. ഇതിലൊക്കെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ആദ്യം അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുവനെയാണ് ഈ തൊപ്പിക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. പിന്നീട് ഈ പരാതി, ഞാനൊരു കാര്യം പറയാം, പുതിയ ഭരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാൻ ഈ പൊളിറ്റിക്സിലും ഒക്കെ ഉണ്ടോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വലിയ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഞാൻ ഹരിപ്പാടാണ്. ഹരിപ്പാട് എന്ന് വെച്ചാൽ ആരുടെ മണ്ഡലമാണെന്ന് നിങ്ങൾക്കറിയാമോ? രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അദ്ദേഹത്തിന് വേണ്ടി വർക്കിനും അദ്ദേഹത്തിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുപാടൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. നല്ല സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ പുള്ളിയായിട്ടും. അവരിപ്പോൾ പഴയ കൂട്ടുള്ള പരിപാടിയൊന്നും അല്ല. പണ്ടത്തെ 10 വർഷം കണ്ട ഭരണമല്ല ഇപ്പോഴത്തെ. അതുപോലെ അടിച്ചു കീറുവർ. ഇപ്പോൾ വേറൊരു വിഷയത്തിലാണ് ഇപ്പം പരാതി പോയിരിക്കുന്ന, രേണുസുതി വിഷയത്തിലാണ്. ഒരു ക്യാൻസർ പേഷ്യന്റിനെ മോശമായിട്ട് രീതി സംസാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വേണ്ട ഇന്നലെ കൊണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരാരൊക്കെ ചെയ്ത് ഒരു ക്യാൻസർ രോഗി ഇങ്ങനെ വിമർശിക്കുന്നത് അത് വേറെ വകുപ്പാണ്. അതിലും ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബേഴ്സിനോട് നമുക്ക് അറിയാവുന്നവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? അത് ആ ഒരു വഴിക്ക് പോട്ടെ. ഞാൻ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇനി ഇതിലോട്ട് വരാം. തൊപ്പിയുടെ കാര്യത്തിൽ കണ്ടില്ലേ, ഇപ്പോൾ പുതിയ ഭരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അടപ്പടലം മൂഞ്ചു. സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. എറണാകുളം റൂറൽ പോലീസുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും തൊപ്പിയുടെ വീഡിയോ അടക്കമുള്ള ഈ യൂട്യൂബ് കണ്ടന്റുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് തൊപ്പി ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് എറണാകുളം റൂറൽ പോലീസ് സെഷൻസ് കോടതിയിൽ എതിർത്ത് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഗുരുതരമായ കുറ്റങ്ങളാണ് തൊപ്പി ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നിരവധി കാഴ്ചക്കാരുള്ള, നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇത്. പലതരത്തിൽ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുമെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ പല കോണിൽ നിന്ന് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ യൂട്യൂബ് ചാനലിന് പൂട്ടുവീണിരിക്കുന്നത്. ശരി ജൂലിയറ്റ്, പാളയത്തിൽ പടയുണ്ടായി, തമ്മിലടിച്ച് ചിലതൊക്കെ പുറത്തു വന്ന് അവിടെ അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു അവന്. കാരണം എന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ കഷ്ടപ്പെട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. പക്ഷെ അവൻ കാണിച്ച തോന്നിയ ദിവസം അവൻ സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടി അവന്മാരെ പെടുത്തിയാണ്. അവന്മാരും കുറ്റക്കാരനാണ്. ഏറ്റവും വലിയൊരു പ്രതീപനാണ്. നമുക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഫസ്മിനെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്മിനയുടെ വോയിസ് നമ്മുടെ ലൈഫ് ഓഫ് എന്ത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഒരു വീഡിയോ ആണിത്. പക്ഷേ എനിക്കിത് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് എന്റെ പേര്, എന്റെ വോയിസ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ആള് ഇന്നലെ പുള്ളിയുടെ വീഡിയോയിൽ എന്റെ വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി എന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇത് നിന്റെ വോയിസ് അല്ലാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബാക്കി ഇവിടെ തെളിയിക്കാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അത് എന്റെ വോയിസ് തന്നെയാണ്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് വേറെ കുറെ പേര് ഇട്ട് ഞാൻ കണ്ടു. അത് കൂടാണ്ട് ട്രോൾസിന്റെ ഇതില് എന്റെ എക്സിന്റെയും ഷമീറിന്റെയും ഫോട്ടോ വെച്ചിട്ട് ഇവര് ഗേ ആന്ന് പറഞ്ഞ് എന്റെ വോയിസ് കൊടുത്ത് എന്റെ മീമൊക്കെ ഞാൻ കണ്ടു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യമില്ല, ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. പക്ഷേ ഇതിൽ എന്നെ മനഃപൂർവ്വം വലിച്ചിട്ട് ഡ്രാഗ് ചെയ്യുവാണ്. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എന്റെ വോയിസ് ഇടരുത്,
എന്ന് വെച്ചാൽ എന്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. ഞാൻ അനന്തുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും അനന്തും തമ്മിൽ ഒരു ലോഡ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ അപ്പോളജൈസ്, ഞാൻ സോറി പറഞ്ഞ് സംസാരിച്ച് സോർട്ട് ചെയ്യുന്ന ദിവസമാണ് വെരി കോമൺ ആയിട്ട് എന്റെ വായന ഇത് പറയുന്നത്. പറയണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടോന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ കാര്യം അറിയുന്നത് എന്റെ ലൈഫിൽ 3 വർഷമായി സംഭവം നടന്നിട്ട്. 3 വർഷം മുന്നത്തുള്ള കാര്യമാണ്. അപ്പൊ ഈ കാര്യം അറിയുന്നത് മേ ബി വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ കഴിയും, 5 or 6 people. അതിൽ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിൽ ആകെ അറിയുന്നത് സായിക്കായിരിക്കും. സായി കഴിഞ്ഞ് വേറെ ആർക്കും അറിയത്തില്ല. ബിക്കോസ് എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒന്നാമത്തെ വിശ്വാസമില്ല. ഞാൻ പറയില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ ഒന്ന് പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ പറയത്തുമില്ല. ഒരിക്കലും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിശ്വസിച്ച് ഈ കോടതി എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ നടക്കുന്ന ഒരുത്തനെ വന്ന് പോയി വിശ്വസിക്കരുത്. അവരൊന്നും ഡൂയിങ് ഫോർ കണ്ടന്റ്. അപ്പൊ ഇതിൽ കുറച്ച് ഞാൻ ഇത് കൊടുക്കുന്നത്, ഞാൻ പല കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. പല വ്ളോഗേഴ്സിന്റെ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പക്ഷേ അവിടെ പെർമിഷൻ ഇല്ലാതെ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ അനന്തു ചേട്ടൻ്റെ കാര്യം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷമീർ വന്നിട്ട് ഒരു സ്ട്രൈക്കോ കാര്യങ്ങളോ കണ്ട് കൊടുക്കുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഷമീറിൻ്റെ രീതി, സംസാര രീതി ഒരുമാതിരി നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അവൻ വലിയ എല്ലാം തികഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ. പിന്നെ ഒരു കാര്യം, ഇവിടെ വന്നിട്ട് അവൻ്റെ ചാനലിൽ അവൻ സ്ട്രൈക്കും കൊടുത്ത് കാണുന്നിടത്തൊക്കെ ഈ പറയുന്ന അനന്തുവിനെ കുറിച്ച് കുറ്റങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഉറപ്പാണ് പുള്ളിയുടെ ഭാവം ക്ലിയർ ആക്കണം. കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം എങ്ങനെയല്ല ഒരു 5 ലക്ഷം വ്യൂ എങ്കിലും കയറും. കാരണം പുള്ളി അതുപോലെ ഇരുന്ന് നമ്മളെപ്പോലെ ഡെയിലി 5 വീഡിയോ ഇടുന്ന പോലെയല്ല. ചേട്ടനാണെങ്കിൽ 1 or 2 വീഡിയോ ഇടത്തുള്ളൂ. അതുപോലെ ഇരുന്ന് സ്റ്റഡി ചെയ്തിട്ട് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇടുന്നത്. ഞാനൊക്കെ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായിട്ട് ചെയ്യുന്നത്. പുള്ളി അങ്ങനെയല്ല, കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്തത് പിന്നെ ഓരോ സെക്കൻഡ് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ ആൾക്കാരെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ എതിരെ അവൻ ഇമാതിരി തോന്നിയ ദിവസങ്ങൾ പറഞ്ഞു നടന്ന്, അതുകൊണ്ടായിരിക്കും ചേട്ടൻ പുറത്ത് വിട്ടത്. എനിക്കറിയാൻ അനന്തു എന്ന് പറഞ്ഞാൽ നേരെ പോ, ഡീസൻറ്റ് മനുഷ്യൻ, ഡീസൻ്റ് ആണ്. ഓക്കെ, അതിൽ ബാക്കി കൂടെ നോക്കാം. സായിക്കാണ്. സായിയുടെ അടുത്ത് പറയുന്നത് സായി ഇത്ര നാളുടെ കാര്യം പറഞ്ഞിട്ട് പോലുമില്ല, സായി ഇത് പറഞ്ഞ് ചെയ്തിട്ടുമില്ല. ആൻഡ് ഷമീറിനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോയിൽ പോലും സായി എന്റെ വോയിസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അനന്തു ഞാൻ അറിയാണ്ട് റെക്കോർഡ് ചെയ്ത് വോയിസിന്റെ കാര്യം എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അനന്തു എന്റെ വോയിസ് ഇതിൽ ഇടല്, എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല. പക്ഷെ ഷമീർ പോയി ചൊറിഞ്ഞ് എരന്ന് വാങ്ങിച്ചു. കാരണം ഞാൻ ആ ലൈവ് കണ്ടായിരുന്നു. ഷമീർ അപ്പൊ പുള്ളിനെ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതുകൊണ്ട് എരന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഷമീറിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചൊറിയാൻ നിൽക്കരുത്, നിനക്ക് കിട്ടുമെന്ന്. പക്ഷെ ഷമീർ കേട്ടില്ല. കാരണം അതിന് അനുഭവം ഉണ്ട്, പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ അനുഭവം ഉള്ളതാണ്. അപ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഫസ്മിനെ എക്സ്പോസ് ആക്കിയത് പുള്ളിക്കാരനാണ്. അപ്പോൾ ആ ഒരു ഉപദേശം ഷമീർ കേട്ടില്ല. അതാണ് ഷമീറിന് പറ്റിയൊരു കുഴപ്പം. അനന്ത് ചേട്ടനെ നമുക്കറിയാലോ. ആൻഡ് ക്ലിയർലി ഞാൻ ഷമീറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതൊക്കെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് അതിശയമൊന്നുമില്ല. പിന്നെ ഇത് ഓൾറെഡി ഇത് കാണുന്ന പുതിയ ആൾക്കാർക്ക് അയ്യോ ഇവര് തമ്മിൽ അങ്ങനെയോ ഇവരെങ്ങനെയോ അതെന്താ അതെങ്ങനെ എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷെ എനിക്കിത് വെരി നോർമലാണ്. ബിക്കോസ് 3 വർഷമായി ഞാൻ അവിടെ ജീവിച്ച ഒരാളാണ്. ഓൾമോസ്റ്റ് 1 year. നമ്മൾ ഫസ്മിനെ പല കാര്യത്തിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ആ കൊച്ചു അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവളെ തൊഴിക്കുമായിരുന്നു, നാവിക്കിടിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ അവൾ ചിലപ്പോൾ നല്ല ഒരെണ്ണം കണ്ടപ്പോൾ ചൂസ് ചെയ്തിട്ട് അങ്ങോട്ടങ്ങ് പോയതായിരിക്കും. അതാണെങ്കിൽ അടപടലം ഒരുത്തനാണ്. ഞാൻ പറയാൻ അറിയില്ല, ലല്ലുവിൻ്റെ കാര്യമാണ്, അവൻ്റെ കാര്യമൊന്നും പറയണ്ട. എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരെ പുണ്യാളത്തിയാക്കോ അങ്ങനെയൊന്നും വിചാരിക്കില്ല. പുണ്യാളത്തിയാക്കുമൊന്നും അല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത് അതുപോലെ തന്നെ ഈ ഫസ്മിനെ ആ വീട് വിട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞ് വിഷമിച്ചത് ആ മൊമ്മോ ഈ പറഞ്ഞ ഷമീറും ഒക്കെ തന്നെയായിരുന്നു. നല്ല വിഷമം ഉണ്ടായിരുന്നു അവന്മാർക്ക്. പക്ഷെ അവന്മാരും പുറത്ത് കാണിച്ചില്ല. കാരണം ഇവൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്. ഇവൻ അതുപോലെ ദ്രോഹിക്കുകയാണ്. ഈ കൊച്ചു വന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ പലവട്ടം അവൾ കണ്ടതാണ്. അത് കണ്ടതാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആരെങ്കിലും ആ ഒരു വ്യക്തിയോടെ പിന്നെ നിൽക്കുമോ? ഇവിടെ വന്നിട്ട് നിന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. കണ്ടിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ. എനിക്ക് നിങ്ങൾ കാണുന്നതിലും ഇപ്പോഴും നിങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും ഒരുപാട് മുന്നോട്ടേക്ക് ഞാൻ എത്തിപ്പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരുപാട് കാര്യത്തിന്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ സർക്കിളിലോ ആ പ്രശ്നത്തിലോ ഇടപെടാൻ താല്പര്യമില്ല. ആൻഡ് ഓൾസോ ഞാൻ ഷമീറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് അനന്ത് വീഡിയോ ഇടുന്നതിന് മുന്നേ. അനന്ത് വീഡിയോ ഇടുന്നത് ഞാൻ കാണുന്നത് ഷമീറിനെ കണ്ട് വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് റസ്ക് ചെയ്യുമ്പോഴാണ് വാവ് ഫസ്മിനയുടെ വോയിസുകൾ എന്ന് പറഞ്ഞ ആ വീഡിയോ കാണുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, തീരുമാനമായി. ഓക്കെ, ഷമീറിനെ കാണുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഷമീറിനെ എപ്പോഴും കാണുന്നത്. ഞാൻ ഷമീറിനെ കാണുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അത്ര നാളെ ഞാൻ കണ്ടിട്ടില്ല. കോണ്ടാക്ട് പോലും ഒട്ടുമില്ല. ഈ പ്രശ്നം വന്നപ്പോഴാണ് കോണ്ടാക്ട് വന്നത്. അതിന് മുന്നേ കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. സോ ഷമീറിനെ കണ്ടു. ഷമീർ വ്ളോഗ് എടുത്തോട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ബിഫോർ കാണുന്നതിന് മുന്നേ ഞാൻ വ്ളോഗ് എടുത്തോന്ന് പറഞ്ഞു. 15 മിനിറ്റ് കണ്ടിട്ടുണ്ടാവും. ഒരു ചായക്കടയിൽ നിന്ന് കണ്ട് ചായ കുടിച്ചു, തിരിച്ചു വന്നു. കൂടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. പിന്നെ ഒരു ട്രേഡിങ് ചെയ്യുന്ന ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. കണ്ടു, സംസാരിച്ചു. അപ്പൊ ഈ കണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഐ ആം വെരി ഹാപ്പി. ഞാൻ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം അനന്തുവിന്റെ വീഡിയോ കണ്ടിട്ട് വ്ളോഗ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഷമീറിന്റെ വ്ളോഗ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ വ്ളോഗ് വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എക്സിന്റെ കൂടെ ഇങ്ങനെയുള്ള ഒരാള് എക്സുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ ആളായിട്ട് എങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്കത് what is wrong with this woman തോന്നും. പക്ഷെ ഐ എം വെരി പ്രാക്ടിക്കൽ ബിയോണ്ട് ദാറ്റ്. ഷമീർ എന്റെ എക്സ് അല്ല. ഷമീർ ഇസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. ആൻഡ് എക്സിന്റെ കാര്യം ഞാൻ വിട്ടിട്ട് കുറെ നാളായി. ഐ ഹാവ് മൂഡ് ഫോർവേഡ് ടു മച്ച് ഇൻ മൈ ലൈഫ് അല്ലെ. അത് കഴിഞ്ഞ് കുറെ മുന്നോട്ടേക്ക് പോയി. അപ്പൊ ഞാൻ ഇപ്പോഴും അവനോട് ആ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ്
ഇറ്റ്സ് ഓവർ, ഇറ്റ്സ് ഡൺ. ഞാൻ മരിക്കുന്നവരെ ഷമീറിനോട് അയ്യോ ഷമീർ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ദേഷ്യം വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഷമീറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം അവൻ ഗൾഫിൽ പോയി എല്ലാം തിരിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് വി ആർ നോട്ട് ഇൻ കോൺടാക്ട്. ആ കാര്യങ്ങളൊക്കെ വിട്ട് അതങ്ങനെ തീർന്നു. പിന്നെ ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോൾ കോൺടാക്ട് കീപ്പ് ചെയ്തെന്നല്ല, കോൺടാക്ട് വന്നു, സംസാരിച്ചു. സോ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ വീഡിയോയില് വ്ളോഗിൽ ഫുൾ അവൻ ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ്. അതൊരിക്കലും ഈ അനന്തുവിന്റെ വീഡിയോയിൽ വന്ന വോയിസും ഇതുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഷമീറിനോട് ഞാൻ കള്ളം എന്ന് പറയുന്നത് എന്റെ എക്സിന്റെ കാര്യങ്ങളാണ്. അതായത് എക്സിനെ ഇപ്പോഴും പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാർ, എക്സ് എ എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ എന്തായാലും നമുക്ക് അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഷമീറിൻ്റെ ആ ഒരു വ്ളോഗിന് വേണ്ടി നമുക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മെയിനായിട്ടുള്ള തൊപ്പിയുടെ കാര്യമാണല്ലോ. തൊപ്പിയുടെ കാര്യത്തിൽ തൊപ്പിയുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ടായിരുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലാവാതെ എവിടെ പോവാൻ. അത് നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ വന്നിട്ട് അയ്യോ പണിപാളി. ഓക്കെ, നമ്മൾ നിങ്ങളോട് ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത് കിടക്കട്ടെ, ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണ്ട. എന്തായാലും നമ്മുടെ വീഴ്ചയും താഴ്ചയൊക്കെ ആൾക്കാർ കാണുന്നതും കൂടെ നല്ലതാണ്. എന്തൊക്കെ പത്രപ്പാട് പെടുമെന്ന് പറയാം ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ആയോ? കാരണം അവൻ അതുപോലത്തെ ഒരു വൃത്തികേടാണ് ആ ഒരു ലൈവിൽ വന്നിട്ട് 10-30,000 അല്ല 1,00,000 ആൾക്കാരുള്ള സമയത്ത് അവൻ ആ ഒരു വീഡിയോ എടുത്ത് പുറത്ത് വിട്ടത്. അതൊക്കെ ചെറ്റ പരിപാടികളാണ്. കൂടെ നിൽക്കുന്നവനല്ലേ. ശവന്മാർ ഇതൊന്നും കാണിച്ചിട്ടില്ല നിൻ്റെ പല കോപ്രായങ്ങളും. അവന്മാർ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പോയപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ അറിയപ്പെട്ട ആ ഒരു ചാനലിൽ കൂടാണ്. അത് പോകുമ്പോൾ ഉള്ളൊരു വിഷമം എനിക്കറിയാം, ചാനലിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ. പക്ഷേ ചെയ്ത് തോന്നിയ മാസമാണ്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.